CPM-കാർക്ക് വയർ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾ തന്നെ പറയേണ്ടുന്ന കണക്കാണ്. അപ്പോൾ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലെ ബാക്കി പണത്തെപ്പറ്റിയും ഈ 299 കോടി രൂപയിലെ ബാക്കിയെപ്പറ്റിയുമൊക്കെ നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം അത് പ്രതിപക്ഷം കൂടി കൊടുത്ത പൈസയാണ്. കർണാടക സർക്കാർ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി 20 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ UDF-ൻ്റെ MLA-മാർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ, MP-മാർ, അവരെല്ലാവരും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടി അവകാശപ്പെട്ട ഈ സംസ്ഥാനത്തിൻ്റെ പൊതുവായ പണം, ആ പണം എങ്ങനെയൊക്കെ ചിലവഴിക്കപ്പെട്ടു എന്നതിനെപ്പറ്റി കൃത്യമായ കണക്ക് നമുക്കറിയണം. ഇനി തിരിച്ച് കോൺഗ്രസിനോട് നിങ്ങൾക്ക് ചോദിക്കാം, പ്രതിപക്ഷത്തോട് നിങ്ങൾക്ക് ചോദിക്കാം, എന്തിനെപ്പറ്റി? കാലതാമസത്തെപ്പറ്റി. ശരിയാണ്, പ്രതിപക്ഷത്തിന് കാലതാമസം ഉണ്ടായിട്ടുണ്ട് ഭവന നിർമ്മാണത്തിൽ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാനത്തെ എല്ലാ ഭൂമിയുടെ മുകളിലും കൂടുതൽ അവകാശമുള്ള സംസ്ഥാന സർക്കാർ, ആ സർക്കാരിന് പോലും 2024 ജൂലൈയിൽ ദുരന്തമുണ്ടായിട്ട് ഭൂമി ഏറ്റെടുപ്പ് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് 2025 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. ഏതാണ്ട് ഒരു വർഷത്തോടെടുത്തു സംസ്ഥാന സർക്കാരിന്. അതിനേക്കാൾ കുറച്ചുകൂടി സമയം കോൺഗ്രസിനെടുത്തു. കോൺഗ്രസിന് മേപ്പാടിയിൽ കുന്നുംപറ്റയിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് KPCC-യുടെ നേതൃത്വത്തിൽ ആപ്പ് വഴി ഏതാണ്ട് 4.5 കോടി രൂപയാണ് സമാഹരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ആപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഓരോ നിയോജകമണ്ഡലം കമ്മിറ്റികൾക്ക് അക്കൗണ്ടിൽ പൈസ നിക്ഷേപിക്കുവാനാണ് ആവശ്യപ്പെട്ടത്. അത് പ്രകാരം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഏതാണ്ട് 1,05,00,000 രൂപ KPCC കൈമാറുകയും ചെയ്തു. ഈ പണം കൊണ്ട് എന്ത് ചെയ്തു? ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് വയനാട് മേപ്പാടിയിൽ കുന്നുംപറ്റയിൽ കോൺഗ്രസ് സ്ഥലമേറ്റെടുത്തത്. ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് സ്ഥലം വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഇനി കണക്കിനെ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പത്തനംതിട്ടയിൽ വെച്ച് മാധ്യമ സമ്മേളനം നടത്തിയിട്ട് ചോദിച്ചു. ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൈരളിയുടെ റിപ്പോർട്ടറോടാണ് കൊടുക്കുന്നത്. നിങ്ങളിത് പരിശോധിച്ചിട്ട് ഇന്നത്തെ ദിവസം വരെ ഈ അക്കൗണ്ടിൽ നിന്ന് 1 രൂപയെങ്കിലും പിൻവലിച്ചതായി തെളിയിച്ചാൽ ഞാൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാജിവെക്കാം എന്നെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇനി തിരിച്ച് പണം